നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 17 തീയതിയാണ്. ജൂൺ 28 എക്സാം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 10 ദിവസം കൂടെ ഇനി മാക്സിമം ഉള്ളൂ. അപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞു. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. പിന്നെ അമ്മ ഇന്ന് വീട്ടിലില്ല, അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോയില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പഠിക്കാനിരിക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 9:30 നല്ല മഴക്കാറാണ്, തുണിയൊന്നും ഉറങ്ങിയിട്ടില്ല. ആ ഒരു പണിയും കൂടെ തീരാനുള്ളൂ. പിന്നെ കുഞ്ഞിനെ കുളിപ്പിച്ച് ബാക്കി എല്ലാ പരിപാടിയും തീർത്തു കേട്ടോ. ഇനി ഒരു പരിപാടി ഒന്നുമില്ല. ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും മുട്ട ഇറങ്ങണം, അതും കൂടെ ഉള്ളൂ. ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പഠിക്കുമായിരുന്നു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ. ഇതിലാണ് നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ച നോട്ട്സാണ്, 1 പേജ് നോട്ട്സാണ്. ഞാൻ നേരത്തെയും പഠിച്ചിട്ടുണ്ട്. ഒരു പേജിൽ ഇങ്ങനെ CAGയുടെ കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് പഠിക്കാനായിട്ട് പറ്റും. ഇതുപോലെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിൻ്റെയും നോട്ട്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം CAG നോക്കി, അറ്റോർണി ജനറൽ നോക്കി. അപ്പം ആളിവിടെ അടുത്തിരിപ്പുണ്ട് കേട്ടോ. അപ്പം അവളുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം വണ്ടിയിലൊക്കെ ഇരുന്ന് കുറേ നേരമൊക്കെ കളിക്കുന്ന സമയത്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഏരിയ ഏകദേശം കംപ്ലീറ്റ് ആയി. എല്ലാം മിക്കതും കംപ്ലീറ്റ് ആയി. ഇനി കുറച്ചും കൂടെ നോക്കാനുള്ളൂ. പിന്നെ 12 ആകുമ്പോൾ അവൾ ഉറങ്ങിയ സമയത്ത് ആണെങ്കിൽ ഞാൻ അടുത്തുനിന്ന് എഴുന്നേറ്റ് പോയാൽ ചിലപ്പോൾ എഴുന്നേൽക്കുമല്ലോ ഓർത്ത് ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ആണ് മാക്സിമം ക്ലാസ്സസ് കേൾക്കാൻ ശ്രമിച്ചത്. അപ്പം 97 പിന്നെ നോക്കിയത് ഭേദഗതിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ 97 ഭേദഗതി നോക്കി, പിന്നെ 91 ഭേദഗതി നോക്കി. ഈ 2 ക്ലാസ് ഞാൻ കേട്ടു. പിന്നെ 86 നോക്കി. ഇപ്പം ഈ ഒരു തത്വ കോമ്പറ്റേറ്റീവ് എക്സാം ആ ഒരു ക്ലാസ്സാണ് കേട്ടത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലഞ്ച് കഴിക്കണം. അപ്പം ലഞ്ചിന് വേണ്ടി ഉള്ള ചെറിയ മുട്ടവറും പരിപാടിയൊക്കെയാണ്. മീൻകറിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പം ഇത് ജസ്റ്റ് എക്സ്ട്രാ ആയിട്ട് ചെയ്തതാണ് കുഞ്ഞിനും. ഗൈസ്, ഇന്ന് 17 തീയതിയാണ്, ജൂൺ 17. അപ്പം ഇത് എൻ്റെ ഒരു ടൈം ടേബിൾ ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ വേൾഡ് ജോഗ്രഫി, പിന്നെ കേരള ഹിസ്റ്ററി കുറേയൊക്കെ നോക്കിയതായിരുന്നു. പക്ഷേ റിവിഷൻ എനിക്ക് ഓർമ്മയില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ എക്കണോമിക്സ് പഠിച്ചതാണ്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാത്തതുകൊണ്ടാണോ റിവിഷൻ ചെയ്താണ്, പക്ഷേ സ്റ്റിൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് എക്സാം എഴുതിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. എനിക്കറിയില്ല നിങ്ങളൊക്കെ ഈ അവസ്ഥയിലാണോ. ചിലപ്പം എല്ലാവരും കംപ്ലീറ്റ് ഒക്കെ ചെയ്ത് റിവൈസ് ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും. പിന്നെ മോക്ക് ടെസ്റ്റും ഒന്നും ആയിട്ടില്ല. അപ്പം ഇതാണ് എൻ്റെ ഒരു പ്രത്യേക അവസ്ഥ എന്ന് പറയുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സമയം കിട്ടുന്നില്ല. അതിൻ്റെ കൂടെ കുറേ ഡിസ്ട്രാക്ഷൻ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എന്നിട്ട് പിന്നെ ആണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും. എനിക്കൊന്നും തന്നെ പ്രോപ്പറായിട്ട് പഠിക്കാനോ ചെയ്യാനോ മനസ്സിൽ കൊണ്ട് പറ്റുന്നില്ല. എന്നാൽ ഭയങ്കര സ്ട്രെസ്സാണ്. പഠിക്കണമെന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എത്ര ഏരിയാസ് ഇനി റിവൈസ് ചെയ്യണോ എനിക്കൊരു പിടുത്തമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എന്തായാലും മാക്സിമം നമുക്ക് നോക്കാം, അല്ലേ, മാക്സിമം ചെയ്ത് നോക്കാം. അപ്പോൾ അതാണ്. ഇപ്പം പഠിച്ച സാധനം തന്നെ റിവൈസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബാക്കി കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒക്കെ നോക്കി പോകുക. പിന്നെ PKയുടെ ഒരു എക്സാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയസൊക്കെ നോക്കി പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ മാത്സ് ഒരു അറ്റത്തുനിന്ന് ചെയ്ത് വന്നായിരുന്നു. മാത്സിനെ കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. പിന്നെ ഇംഗ്ലീഷ് കുറേ ചെയ്യാൻ നോക്കണം. കറണ്ട് അഫയേഴ്സ് ആണ് തൊട്ടിട്ടില്ല. കറണ്ട് അഫയേഴ്സ് ഞാൻ തൊട്ടിട്ടില്ല. അപ്പോൾ അതും ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കളത്തരം പറഞ്ഞ് ഭയങ്കര പ്രൊഡക്ടിവിറ്റി കാണിക്കുന്നില്ല എന്നുള്ളത് ഞാൻ എന്താണോ ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അല്ലാതെ ഭയങ്കര പ്രൊഡക്റ്റീവാണ്, ഞാൻ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളല്ല. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം ഇനിയും ഒരു 10 ദിവസം കൂടെ ഉണ്ട്. നമുക്ക് നോക്കാം, എന്തെങ്കിലും ചെയ്ത് നോക്കാം.